ആ 48 മണിക്കൂറിനകം ചരിത്രത്തിലില്ലാതെ സാധാരണ നേതാക്കന്മാർ എത്ര ദിവസമാണ് ഡൽഹിയിൽ പോയി ഇരിക്കാറുള്ളത്, എത്ര ദിവസമാണ് ക്യാമ്പ് ചെയ്യാറുള്ളത്? ഇവിടെ 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ നിർമ്മിച്ച് പൂർത്തിയാക്കി. എനിക്ക് കുറച്ച് പരിഭവം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളായിട്ട്, എല്ലാവരോടുമല്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. ഒരു ചാനൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 40ഓളം വ്യാജ വാർത്തകളാണ് കോൺഗ്രസിനെതിരെ ഉണ്ടാക്കിയത്. അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാത്ത വാർത്തയുണ്ടാക്കി നുണബോംബാണ്. ഒരു 2 മണിക്കൂറിൻ്റെ ആയുസ് പോലും ഇല്ല. ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് പേര് പറയാൻ ഭയമൊന്നുള്ള ആളല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേരൊന്നും പറയാൻ പേടിയുള്ള ആളൊന്നുമല്ല ചാനലിൽ. പക്ഷെ ഞാൻ പറയുന്നില്ല, എൻ്റെ ഔചിത്യം കൊണ്ട് ഞാൻ പറയുന്നില്ല. 40ഓളം വാർത്തകൾ. മിനിഞ്ഞാന്ന് രാവിലെ ഈ ചില ചാനലുകൾ വാർത്ത കൊടുത്തു, മുഖ്യധാരാ ചാനലുകൾ അത് ഏറ്റെടുത്തു. എന്താ പറഞ്ഞത്? സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും. അപ്പം ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, MP-മാരും മത്സരിക്കുന്ന കാര്യം കേരളത്തിലെ നേതാക്കളല്ല തീരുമാനിക്കുന്നത്, അത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞു, MP-മാർക്ക് മത്സരിക്കാൻ താല്പര്യമുള്ളവരും അവർ മത്സരിക്കണം. അവരുടെ താല്പര്യം മാത്രമല്ല, ചിലർ അവർ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു തീരുമാനം എടുത്തു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും എന്ന് വാർത്ത കൊടുക്കുമ്പോൾ ഒരു തീരുമാനവും ഡൽഹിയിൽ എടുത്തിട്ടില്ല. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളറിയാതെ എല്ലാത്തിലും വാർത്ത വരികയാണ്. രാത്രിയായപ്പോൾ നിങ്ങൾ നേരെ മാറി. എന്നിട്ട് പറയാം സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കില്ല. അപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല അവർ മത്സരിക്കില്ല എന്ന്. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല, അപ്പോഴും മത്സരിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തത്? കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ വീണ്ടും സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും, MP-മാർ മത്സരിക്കും, ഹൈക്കമാൻഡ് കീഴടങ്ങി. VD സതീശൻ പറഞ്ഞു, സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. എൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വമാക്കിയ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയത്? എന്ത് മര്യാദകേടാണ് നിങ്ങൾ ചെയ്തത്? ഒരാളും പറഞ്ഞില്ല. അപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴും ഇത് ചർച്ച ചെയ്തിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനം പറയുന്നത്. അത് അവരുടെ തീരുമാനമാണ്, ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. എന്നിട്ട് നിങ്ങൾ മത്സരിക്കുമെന്നും മത്സരിക്കില്ലെന്നും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ സങ്കടം, വിശ്വാസ്യതയുള്ള ചില മുഖ്യധാരാ ചാനലുകൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്തു. കഴിഞ്ഞ 48 മണിക്കൂർ നിങ്ങൾ അവരെ വ്യക്തിപരമായും നിങ്ങൾ അധിക്ഷേപിച്ചു, അവരെ വിവാദത്തിലാക്കി ചെയ്തു. ഒരു അടിസ്ഥാനം ആ വാർത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾ മാറി നിൽക്കുക, അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. മിനിഞ്ഞാന്ന് രാത്രി ഈ അവസാനത്തെ ചർച്ച അടക്കുമ്പോൾ ഇത് വരുന്നത്, നിങ്ങൾ കോൺഗ്രസിനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിൽ AKG സെൻറ്ററിൽ നിന്ന് ഞാൻ പറയുകയാണ്, പണം പറ്റുന്ന ചില ചാനലുകൾ കൂടി ആ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ മുഖ്യധാരാ ചാനലുകൾ കൂടരുത്. AKG സെൻറ്ററിൻ്റെ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്ന ചാനലുകൾ കോൺഗ്രസിനെതിരായി UDF-നെതിരായി നടത്തുന്നത് വ്യക്തിപരമായി എനിക്കെതിരെയുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, എനിക്കതിനൊരു വിഷയമല്ല. എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എനിക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിനെയും UDF-നെയും ഇല്ലാത്ത വാർത്തകൾ കൊണ്ട് അധിക്ഷേപിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വാർത്ത കൊണ്ടൊന്നും ഞങ്ങൾ തോക്കൂല. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരമാണത്. ആ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും ഭംഗിയായി ഞങ്ങളുടെ ടീം UDF, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളീ പറയുന്ന വാർത്തകളുടെ എല്ലാ അപ്പുറത്ത് ജനഹൃദയത്തിൽ UDF ഉണ്ട്. ഇവരെ താഴെ ഇറക്കണമെന്നുള്ള ജനങ്ങളുടെ അഭിലാഷമുണ്ട്, ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്ത് ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒരു വാർത്തകൾക്കും, ഒരു തെറ്റായ വാർത്തകൾക്കും, ഒരു നുണബോംബുകൾക്കും കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ UDF-നെയും തകർക്കാൻ പറ്റില്ല. അത്രേ ഞാൻ പറയുന്നത്. ഒരു തരത്തിലും ഇത് മത്സരിക്കേണ്ടെന്നും തീരുമാനം ഉണ്ടായിരുന്നില്ല, മത്സരിക്കണമെന്നും തീരുമാനം ഉണ്ടായില്ല. അവർ മത്സരിക്കണമോ വേണമെന്ന്, കാരണം അവർ പാർലമെൻറ്റിലെ അംഗങ്ങളാണ്. എല്ലാ കാലത്തും ഒരു പാർലമെൻറ്റ് അംഗം മത്സരിക്കണോ വേണ്ടതെന്ന് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതൃത്വം ആണ് ആ തീരുമാനം പറയേണ്ടത്. ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആ പറയുന്ന വന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒരു പേര് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തീരുമാനം എടുക്കാതെ വേറൊരു പേര് വരുന്നത് ശരിയല്ല. അത് മിനിഞ്ഞാന്ന് രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് അവർ ആ തീരുമാനം പറയുന്നത്. പിന്നെ അവിടുത്തെ തിരക്ക് ഈ 2 ദിവസം കൊണ്ട് അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, സ്ക്രീനിങ് കമ്മിറ്റി നടക്കുകയാണ്, പോണ്ടിച്ചേരിയിൽ നടക്കുകയാണ്, തമിഴ്നാട്ടിൽ നടക്കുകയാണ്.
ഞങ്ങളവിടെ 72 മണിക്കൂർ ചർച്ചയല്ല പോയിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുക. കാരണം കോൺഗ്രസ് പ്രസിഡന്റും നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അവിടെ നിൽക്കേണ്ട, അവർക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് നേതാക്കൾ വരുന്നു, പോണ്ടിച്ചേരിയിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു, ആസാമിൽ നിന്ന് നേതാക്കന്മാർ, അവിടെ ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഈ കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ആ CEC-യിൽ കൂടി പങ്കെടുത്തിട്ട് വേണം ഞങ്ങളുടെ കയ്യിൽ വരാൻ. ഞങ്ങൾ രാത്രി 11 മണിക്കാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മര്യാദയില്ലായ്മയുടെ മാക്സിമമാണ് ഈ ചെയ്തത്, കഴിഞ്ഞ 48 മണിക്കൂർ ചെയ്തത്. നിങ്ങളിട്ടിരിക്കുന്ന നിങ്ങളൊന്ന് കാണും, നിങ്ങൾക്കെങ്കിലും നാണം വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.